നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല. ജസ്റ്റ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി റിലേറ്റ് ചെയ്ത് ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റം ദാറ്റ് യൂസ്ഡ് ടു റിപ്രസെൻറ്റ് നമ്പേഴ്സ് എന്നതാണ്. അതായത് നമ്പേഴ്സിനെ റിപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. പൊതുവെ 4 തരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ 4 നമ്പർ സിസ്റ്റംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലേറ്റവും ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അതായത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന 0 to 9 വരെയുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതുകൂടാതെ ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ 4 നമ്പർ സിസ്റ്റംസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്നത്. ഇതിൽ 0 to 9 വരെയുള്ള 10 ഡിജിറ്റ്സ് ആണുള്ളത് നമുക്കറിയാം. ഈ 10 ഡിജിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ നമ്പേഴ്സും ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യവും അറിയാം. സോ ഏതൊരു നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഏതൊക്കെ ഡിജിറ്റ്സ് ആണ് ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ വാലിഡ് ആയിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ പുതിയൊരു നമ്പർ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നതുമാണ്. സോ ഈ 2 കാര്യങ്ങളും ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് നമ്പർ കൺവേർട്ട് ചെയ്യുക എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ ഇവിടെ പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല. ജസ്റ്റ് പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു കൺവേർഷനും അതേപോലെ തന്നെ ഓരോ നമ്പർ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ കുറിച്ച് മാത്രമാണ് നോക്കുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. കാരണം അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം ആയത് കാരണം കൊണ്ട് തന്നെ. സോ ആ ഒരു നമ്പർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് കമ്പയർ ചെയ്തുകൊണ്ട് ബാക്കി നമ്പർ സിസ്റ്റംസ് എല്ലാം നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. സോ ആദ്യം തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻറ്റിജേഴ്സ് എന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്ന നമ്പേഴ്സ് ആണ് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളത്. അതിനെ ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഈ ബേസ് 10 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 10 ഡിജിറ്റുകളാണ് ഈ ഒരു നമ്പർ സിസ്റ്റത്തിലുള്ളത് എന്നതാണ്. ആ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0 to 9 വരെയുള്ള 10 ഡിജിറ്റുകളാണ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. 123 എന്നത് ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ്. കാരണം ഈ 0 to 9 വരെയുള്ള 10 ഡിജിറ്റുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 നമ്പേഴ്സാണ് 1ഉം 2ഉം 3ഉം. സോ ഇങ്ങനൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഈ 123 എന്നൊരു നമ്പർ ജനറേറ്റ് ആയത് എന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ 3 നമ്പേഴ്സും ഏതാ 1, 2, 3. ദെൻ ഇവിടെ ബേസ് 10 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഓരോ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലേസസ് എന്ന് പറയുന്നത് 3ക്ക് 10⁻0 എന്ന പൊസിഷനാണ്, 2ന് 10⁻1 എന്ന പൊസിഷനാണ്, ദെൻ 1ന് 10⁻2 എന്ന പൊസിഷനാണ്. അതായത് ജസ്റ്റ് 1 into 10⁻2 പ്ലസ് 2 into 10⁻1 പ്ലസ് 3 into 10⁻0 എന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് 123 എന്ന നമ്പർ കിട്ടുന്നത്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ പ്രോഗ്രാമിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്ന സമയത്ത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇൻറ്റ് എന്നത്. അതായത് നമ്മുടെ ഐഡിയലി ഷെല്ലിൽ ജസ്റ്റ് ഇൻറ്റ് എന്ന ഫംഗ്ഷനിൽ 123 എന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് 123 എന്ന നമ്പറായി തന്നെ സ്റ്റോർ ആവും. അതേപോലെ തന്നെ ഏത് ഇൻറ്റിജർ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും അത് നമ്മൾ എങ്ങനെയാണോ എൻട്രി ചെയ്യുന്നത് അതേ നമ്പറായി തന്നെ ഡിസ്പ്ലേ ആവും. സോ ഇതാണ് ഇൻറ്റ് എന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 എന്നതാണ്. അതായത് ഇതിൽ 2 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നതാണ് ഈ ബൈനറി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ബേസ് 10 നമ്പർ സിസ്റ്റം പോലെ ഇതിനെ ബേസ്
2 നമ്പർ സിസ്റ്റം എന്നാണ് പറയുക. അതായത് 2 ഡിജിറ്റ്സ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യൂ എന്ന്. ആ 2 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 0യും 1ഉം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിൽ ഇന്റേണലി എന്ത് കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് 0യുടെയും 1ന്റെയും കോമ്പിനേഷനിലാണ് എന്ന്. സോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഇവിടെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന 2 നമ്പേഴ്സ് 0യും 1ഉം ആണ്. ഇത് രണ്ടും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും ഉള്ള നമ്പേഴ്സ് തന്നെയാണ്. കാരണം ഡെസിമൽ നമ്പർ സിസ്റ്റം റേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 9 വരെയാണ്. സോ 0യും 1ഉം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും ഉണ്ട്. സോ നമ്മൾ എഴുതുന്ന ഒരു നമ്പർ ഡെസിമൽ ആണോ ബൈനറി ആണോ എന്ന് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൈനറി നമ്പർ എഴുതുന്നതിന് മുന്നേ ആയി 0 സ്മോൾ ലെറ്റർ ബി അതല്ലെങ്കിൽ 0 ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പ്രിഫിക്സ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 എന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി റിപ്രസെൻറ്റേഷൻ ആണ് 10 എന്നത്. സോ ഈ 10 എന്നത് ഒരു ബൈനറി നമ്പർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുന്നേ ആയിട്ട് 0b എന്ന് കൊടുക്കും. സോ 2 എന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി റിപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 0b10 എന്നതാണ്. ഇവിടെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ബിൻ എന്നതാണ്. ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സിനെ വേണമെങ്കിലും ബൈനറി നമ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കണ്ട അതേ നമ്പർ 0b10 എന്ന് ബിൻ എന്ന ഫംഗ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഔട്ട്പുട്ടായിട്ട് വരും. ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി റിപ്രസെൻറ്റേഷൻ ആയിരുന്നു 0b10 എന്നതാണ്. സോ ബിൻ ഓഫ് വെറുതെ 2 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഒരു ഇൻറ്റിജർ നമ്പറാണ്. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺവേർഷൻ ആണ്. സോ 2 എന്ന നമ്പറിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0b10 എന്ന് കിട്ടും. ഇതേപോലെ ഏത് ഡെസിമൽ നമ്പറിനെ വേണമെങ്കിലും നമുക്ക് ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഡെസിമൽ നമ്പറിനെ മാത്രമല്ല ഏത് റിപ്രസെൻറ്റേഷന് വേണമെങ്കിലും ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് 16 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഇക്വലൻ്റ് ആണ് 10000 എന്നത്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് 10000 എന്ന നമ്പറിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മളിങ്ങനെ കംപ്ലീറ്റ് നമ്പർ എഴുതുന്നു. ദെൻ ഇവിടെ ബേസ് 2 ആയത് കാരണം കൊണ്ട് തന്നെ 2 to the power of 0, 1, 2, 3 എന്ന് വേണം കൊടുക്കാനായിട്ട്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പറിൻ്റെ റൈറ്റ് ടു ലെഫ്റ്റ് വരെ നമ്മൾ 2^0, 2^1, 2^2, 2^3 and 2^4 എന്ന് കൊടുത്തു. ഇവിടെ 0 എന്ന നമ്പർ 2^0 എന്ന പൊസിഷനിലുള്ളതാണ്. ദെൻ ഈ 0 2^1 എന്ന പൊസിഷനിലുള്ളതാണ്. ഈ 0 2^2 എന്ന പൊസിഷനിലുള്ളതാണ്. ദെൻ ഇത് 2^3 എന്ന പൊസിഷനിലുള്ളതാണ്. ദെൻ ഈ 1 2^4 എന്ന പൊസിഷനിലുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് 1 × 2^4 പ്ലസ് 0 × 2^3 പ്ലസ് 0 × 2^2 അങ്ങനെ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 16 എന്നതാണ്. അതായത് 10000 എന്ന ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് 16 എന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 8 എന്നതാണ്. സോ ഇതൊരു ബേസ് 8 നമ്പർ സിസ്റ്റമാണ്. അതായത് ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ 8 ഡിജിറ്റുകൾ ഉണ്ടാവും എന്നതാണ് ബേസ് 8 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു നമ്പർ സിസ്റ്റത്തിലും ബേസ് എത്രയാണോ പറയുന്നത് 0 to that base -1 വരെയുള്ള ഡിജിറ്റുകളായിരിക്കും ആ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതായത് 0 to 7 വരെയുള്ള ഡിജിറ്റുകളായിരിക്കും ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഈ 0 to 7 വരെയുള്ള ഡിജിറ്റുകൾ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന 0യും 1ഉം ബൈനറി നമ്പർ സിസ്റ്റത്തിലും ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്നത് ഒരു ഒക്ടൽ നമ്പർ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒക്ടൽ നമ്പറിന് പ്രിഫിക്സ് ആയിട്ട് എപ്പോഴും 0 സ്മോൾ ലെറ്റർ ഒ അതല്ലെങ്കിൽ 0 ക്യാപിറ്റൽ ലെറ്റർ ഒ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 16 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ റിപ്രസെൻറ്റേഷൻ ആണ് 20 എന്നത്. സോ നമ്മളത് എഴുതുക 0020 എന്നതാണ്. ദെൻ എങ്ങനെയാണ് ഈ 20 എന്ന നമ്പർ 16ൻ്റെ ഇക്വലൻ്റ് ആയത് എന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ജസ്റ്റ് 20 എന്ന് കൊടുക്കുന്നു. ഇവിടെ ബേസ് 8 ആയത് കാരണം കൊണ്ട് തന്നെ 8 to the power of 012 എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ 20 എന്ന നമ്പറിൽ 0 എന്നത് 8 raised to 0 എന്ന പൊസിഷനിലുള്ളതും 2 എന്ന നമ്പർ 8 raised to 1 എന്ന പൊസിഷനിലുള്ളതുമാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് 2 into 8 raised to 1 plus 0 into 8 raised to 0 എത്രയാണെന്ന് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 16. അതായത് 20 എന്ന ഒക്ടൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 16 എന്നതാണ്. ദെൻ ഈ ഒരു നമ്പർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പൈത്തൺ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഒക്ട് എന്നത്. സോ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് നമ്പറിനെ വേണമെങ്കിലും ഒക്ടൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിവിടെ ഒക്ട് നേരത്തെ കണ്ട അതേ നമ്പർ 16 എന്ന ഡെസിമൽ നമ്പറിനെ ഒക്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0020 എന്ന നമ്പർ കിട്ടും. ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഒരു ബൈനറി നമ്പറിനെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് 0b എന്ന് കൊടുക്കുക. ദെൻ ആ ബൈനറി നമ്പർ ഇപ്പോൾ നമ്മൾ 10 എന്ന ബൈനറി നമ്പറാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 2 എന്നതാണ്. സോ നമ്മളത് എഴുതുക 002 എന്നായിരിക്കും. സോ ഈ രീതിക്ക് നമുക്ക് ഒക്ടൽ നമ്പറിലേക്ക് ഏത് നമ്പറിനെയും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്പർ സിസ്റ്റമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 നമ്പേഴ്സ് ആണ് ഉള്ളത്. സോ ഇതൊരു ബേസ് 16 നമ്പർ സിസ്റ്റം ആയിരിക്കും. ഇതിലെ നമ്പേഴ്സ് 0 മുതൽ 15 വരെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ 0 മുതൽ 15 വരെയുള്ള കണ്ടിന്യൂസ് നമ്മുടെ ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കില്ല ഈ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഇതിൽ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 0 to 9 വരെയുള്ള ഡിജിറ്റുകൾ അതേപോലെ തന്നെ യൂസ് ചെയ്യും. സോ ഇത് 10 നമ്പേഴ്സ് ഉണ്ട്. ദെൻ നമുക്കിനി ഒരു 6 നമ്പേഴ്സും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ A to F വരെയുള്ള ആദ്യത്തെ 6 ലെറ്റേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ് കാണിക്കുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള A to F വരെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സും ആവാം, സ്മോൾ ലെറ്റേഴ്സും ആവാം. സോ ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 നമ്പേഴ്സ് ഉണ്ടാവുന്നത്. 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളും A to F വരെയുള്ള ലെറ്റേഴ്സും. ഇതിൽ 10 എന്ന നമ്പർ കാണിക്കുന്നത് A എന്ന ലെറ്ററിനെയും 11 B എന്ന ലെറ്ററിനും 12 C എന്ന ലെറ്ററിനും 13 D എന്ന ലെറ്ററിനും 14 E എന്ന ലെറ്ററിനും ദെൻ 15 F എന്ന ലെറ്ററിനും വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട 2 നമ്പർ സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മളൊരു പ്രിഫിക്സ് യൂസ് ചെയ്യും. 0 സ്മോൾ ലെറ്റർ എക്സ് അതല്ലെങ്കിൽ 0 ക്യാപിറ്റൽ ലെറ്റർ എക്സ് എന്നതാണത്. അതായത് ഫോർ എക്സാമ്പിൾ 16 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് 1010 എന്നത്. സോ നമ്മളത് റിപ്രസെൻറ്റ് ചെയ്യുക 0x10 എന്നതാണ്. ദെൻ ഈ 10 എന്ന നമ്പർ എങ്ങനെയാണ് 16 ഇക്വലൻ്റ് ആയതെന്ന് നോക്കാം. സോ ജസ്റ്റ് 10 എന്ന നമ്പർ എഴുതുന്നു. ദെൻ ഇവിടുത്തെ ബേസ് 16 ആയത് കാരണം കൊണ്ട് തന്നെ 16 raised to 012 എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. സോ 16 raised to 0 and 16 raised to 1 എന്ന് കൊടുത്തു. ഇതിൽ 0 എന്ന നമ്പർ 16 raised to 0 എന്ന പൊസിഷനിലുള്ളതും 1 എന്ന നമ്പർ 16 raised to 1 എന്ന പൊസിഷനിലുള്ളതുമാണ്. ദെൻ 1 into 16 raised to 1 plus 0 into 16 raised to 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് 16 എന്ന് കിട്ടും. അതായത് 10 എന്ന ഹെക്സാഡെസിമലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 16 എന്നതാണ്. ദെൻ ഈ ഒരു നമ്പർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹെക്സ് എന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ x16 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 16 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ എന്താണോ അത് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. 0x10 എന്നതാണത്. ദെൻ നമുക്ക് വേറെ ഏത് നമ്പർ വേണമെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 0b ബേസ് 2ലുള്ള ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമുക്ക് ഇതേപോലെ കിട്ടും. ദെൻ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഹെക്സാഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും. ദെൻ അതിന് വേണ്ടിയിട്ട് 0o എന്ന് കൊടുക്കുക. ദെൻ ഏത് നമ്പറാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദെൻ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട്
നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിനെ വേണമെങ്കിലും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ വെറുതെ എഴുതുന്ന ഏതൊരു നമ്പറും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ളതായിട്ടാണ് പൈത്തൺ കൺസിഡർ ചെയ്യാറ്. സോ നമ്മൾ ഇൻറ്റ് ഓഫ് 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡെസിമൽ നമ്പറാണ്. അത് അതേപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഒരു ബൈനറി നമ്പറിനെ നമുക്ക് ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് ഓഫ് ഏതാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബൈനറി നമ്പർ അതിന് പ്രിഫിക്സ് ആയിട്ട് 0b കൊടുത്തതിന് ശേഷം ആ ബൈനറി നമ്പർ നമുക്ക് കൊടുക്കാം. ദെൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ബൈനറി നമ്പർ, അതായത് 1000 എന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എന്താണോ അത് ഇതേപോലെ ഡിസ്പ്ലേ ആവും. ദെൻ ഇതേപോലെ തന്നെ ഇൻറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഒക്ടൽ നമ്പറിനെയും ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് പ്രിഫിക്സ് ആയിട്ട് 0o എന്ന് കൊടുക്കുക. ദെൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒക്ടൽ നമ്പർ ഏതാണോ അത് ഇതേപോലെ കൊടുക്കുക. ദെൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ തന്നെ ഇൻറ്റ് എന്ന ഫംഗ്ഷനിൽ ഒരു ഹെക്സാഡെസിമൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടും. അതിന് വേണ്ടിയിട്ട് 0x എന്ന് കൊടുക്കുക. ദെൻ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ ഏതാണോ അത് ഇതേപോലെ കൊടുക്കുക. ദെൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ദെൻ ഇത് തന്നെയാണ് ബിൻ എന്ന് പറയുന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനും ചെയ്യുന്നത്. അതായത് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് നമ്മളൊരു ഡെസിമൽ നമ്പർ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ നമുക്കൊരു ഒക്ടൽ നമ്പറാണ് ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒക്ടൽ നമ്പർ ഏതാണോ അത് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ നമുക്ക് ഇതേപോലെ കിട്ടും. ദെൻ ഒരു ഹെക്സാഡെസിമൽ നമ്പറാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ ഏതാണോ അത് ഇതേപോലെ കൊടുത്താൽ മതിയാവും. ദെൻ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ നമുക്കിവിടെ കിട്ടും. ഇതേപോലെ തന്നെയാണ് ഒക്ട് എന്ന ഫംഗ്ഷനും എക്സ് എന്ന ഫംഗ്ഷനും വർക്ക് ചെയ്യുന്നത്. സോ ഇൻറ്റ്, ബിൻ, ഒക്ട്, എക്സ് എന്ന 4 ഫംഗ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏത് നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പേഴ്സിന് വേണമെങ്കിലും മറ്റ് ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും.